ഹായ് നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും സൈലന്റ് ബി എസ് സിയുടെ യൂട്യൂബ് കറണ്ട് അഫയർ സെക്ഷനിലോട്ട് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം, ഇനി വരുന്ന എക്സാമിന് നമ്മളോട് ചോദിക്കാൻ ചാൻസ് കൂടുതലായിട്ടുള്ള ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട മേഖലകളാണ്. നമുക്ക് ഒന്ന് JCB പുരസ്കാരം, അതോടൊപ്പം തന്നെ മാൻ ബുക്കർ പുരസ്കാരം, മാൻ ബുക്കർ ഇന്റർനാഷണൽ പുരസ്കാരം, പോരാഞ്ഞിട്ട് ഹരിവരാസന പുരസ്കാരം കൊടുത്തായിരുന്നു. JC ഡാനിയൽ പുരസ്കാരം എന്ത് ചെയ്യാണ്, പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമുക്കിതെല്ലാം കൂടി എന്ത് ചെയ്യാം, ഒന്ന് പെട്ടെന്നൊന്ന് നോക്കിയിട്ട് നമുക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാം, മാൻ ബുക്കർ പ്രൈസിലോട്ട് ആരംഭിക്കാം അല്ലെ. മാൻ ബുക്കർ പ്രൈസ് അല്ലെ, ബുക്കർ പ്രൈസ് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. കോമൺവെൽത്ത് രാജ്യങ്ങൾ എഴുതിയിരിക്കുന്ന, ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ഒരു നോവലിനാണ് എന്ത് ചെയ്യുന്നത്, ബുക്കർ പ്രൈസ് കൊടുക്കുന്നു എന്നുള്ളതാണ് അല്ലെ. 1968 മുതലാണ് എന്ത് ചെയ്യുന്നത്, ബുക്കർ പ്രൈസ് ഏർപ്പെടുത്തുന്നു. ആദ്യം ലഭിക്കുന്ന വ്യക്തി ചോദിക്കുകയാണെങ്കിൽ PH ന്യൂബി ആയിരുന്നു. ബുക്കർ പ്രൈസ് പുരസ്കാരം ലഭിക്കുന്ന ആദ്യ വ്യക്തി PH ന്യൂബി ആയിരുന്നു. അദ്ദേഹത്തിന്റെ സംതിങ് ടു ആൻസർ ഫോർ എന്ന് പറയുന്ന ഒരു കൃതിക്കാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിന് ബുക്കർ പുരസ്കാരം ലഭിച്ചു എന്നുള്ളതാണ്. അങ്ങനെ 2024 ബുക്കർ പുരസ്കാരം കൊടുത്തായിരുന്നു അല്ലേ. 2024 ബുക്കർ പുരസ്കാരം ആർക്ക് ലഭിച്ചു എന്ന് ചോദിക്കണമെങ്കിൽ സാമന്ത ഹാർവി എന്ന് പറഞ്ഞൊരു വ്യക്തിക്കാണ് ലഭിച്ചിരിക്കുന്നത്. സാമന്ത ഹാർവി എന്ന് ഓർത്ത് വെച്ചോളുക. 2024 ബുക്കർ പുരസ്കാരം ലഭിച്ചിരിക്കുന്ന വ്യക്തി ചോദിക്കണമെങ്കിൽ ആരാണ്, സാമന്ത ഹാർവിയാണ് അല്ലെ. സാമന്ത ഹാർവി ഏത് കൃതിക്കാണ് കൂടുതലും BS ചോദിച്ചിട്ടുള്ളത്, ബുക്കർ പുരസ്കാരത്തിന് അർഹമായിരിക്കുന്ന കൃതി ഏത് എന്നുള്ളതാണ്. ഏത് കൃതിക്കാണ് 2024 ബുക്കർ പുരസ്കാരത്തിന് അർഹമായിരിക്കുന്ന കൃതി ചോദിക്കുകയാണെങ്കിൽ ഓർബിറ്റൽ എന്ന് പറയുന്ന കൃതിയാണ് അല്ലെ. ഓർബിറ്റൽ എന്ന് പറയുന്ന ഒരു കൃതി ബഹിരാകാശ നിലയത്തിൽ പെട്ടുപോകുന്ന ബഹിരാകാശ യാത്രികരുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രസിദ്ധമായിരിക്കുന്ന സാമന്ത ഹാർവിയുടെ കൃതിയാണ് ഓർബിറ്റൽ എന്ന് പറയുന്ന ഒരു കൃതി അല്ലെ. കൊറോണ കാലഘട്ടങ്ങൾ എന്ത് ചെയ്യാണ്, അവർ എഴുതിയിരിക്കുന്ന ഒരു കൃതിയും കൂടിയാണ് ഓർബിറ്റൽ എന്ന് പറയുന്ന ഒരു കൃതി അല്ലെ. എത്രയാണ് ബുക്കർ പുരസ്കാരത്തിന്റെ സമ്മാന തുക, നിലവിൽ എത്രയാണ് സമ്മാന തുക എന്ന് ചോദിക്കണമെങ്കിൽ 50,000 പൗണ്ടാണ്. എത്രയാണ് സമ്മാന തുക, 50,000 രൂപ പൗണ്ടാണ്. ബുക്കർ പുരസ്കാരത്തിന്റെ സമ്മാന തുക ചോദിക്കണമെങ്കിൽ 50,000 പൗണ്ടാണ്. ഒന്ന് ഓർത്ത് വെച്ചോളുക. അപ്പോൾ 2024 ബുക്കർ പുരസ്കാരം ആർക്ക് ലഭിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ സാമന്ത ഹാർവിയാണ്. ഏതാണ് കൃതി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഓർബിറ്റൽ എന്ന് പറയുന്ന കൃതിയാണ്. സമ്മാന തുക എന്ന് ഓർത്ത് വെച്ചോളുക 50,000 രൂപയാണ് സമ്മാന തുക. അതിന്റെ ഒരു മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഓർത്ത് വെച്ചോളുക. ഒന്ന്, രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെ 6 യാത്രക്കാരുടെ കഥയാണ് ഓർബിറ്റലിൽ പ്രതിപാദിക്കുന്നത്. പിന്നെ 2, ബുക്കർ പുരസ്കാരം ലഭിക്കുന്ന ഏറ്റവും ചെറിയ രണ്ടാമത്തെ നോവൽ കൂടിയാണ്. ബുക്കർ പുരസ്കാരത്തിന് അർഹമായിരിക്കുന്ന ഏറ്റവും ചെറിയ രണ്ടാമത്തെ കൊല്ലം. നമുക്ക് ഇതൊക്കെ എന്ത് ചെയ്യാം, നമ്മളോട് ഇതൊക്കെ ഇപ്പൊ ഏത് ലെവലായിരുന്നാലും ശരി തന്നെ PSC കറണ്ട് അഫയറിന് ഇന്ന ലെവല് എന്നുള്ള ഒരു ചിന്തയൊന്നുമില്ല. ഏത് ലെവലായിരുന്നാലും PSC അത് സ്റ്റേറ്റ്മെന്റിലായിരുന്നെങ്കിൽ സ്റ്റേറ്റ്മെന്റ് നമ്മളോട് ചോദിക്കാവുന്നതാണ്. നമ്മൾ എഴുതിക്കൊള്ളുക. ബുക്കർ പുരസ്കാരം ലഭിക്കുന്ന രണ്ടാമത്തെ ഏറ്റവും ചെറിയ കൃതിയും കൂടിയാണ്, രണ്ടാമത്തെ നോവൽ കൂടിയാണ് ഓർബിറ്റൽ എന്ന് പറയുന്നത്. ഇനി സാമന്ത ഹാർവിയുടെ ആദ്യ കൃതി എന്ന് ഓർത്ത് വെച്ചോളുക, ദി വിൽഡർനൈസ് എന്ന് പറയുന്ന കൃതിയാണ്. ദി വിൽഡർനൈസ് എന്ന് പറയുന്ന കൃതി ആരുടെ കൃതിയാണ്, സാമന്ത ഹാർവിയുടെ കൃതിയാണ്. അപ്പൊ ഇതിൽ നമുക്ക് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉള്ളത്. 24 ബുക്കർ പുരസ്കാരം ആർക്ക് ലഭിച്ചിരിക്കുന്നു, സാമന്ത ഹാർവിക്കാണ് ലഭിച്ചിരിക്കുന്നത്. ഏതാണ് കൃതി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഓർബിറ്റൽ എന്ന് പറയുന്ന ഒരു കൃതിക്കാണ് ലഭിച്ചിരിക്കുന്നത് അല്ലെ. ജസ്റ്റ് നമുക്കൊന്ന് 23 നോക്കിയിട്ട് പോകാം. നമ്മൾ പഠിച്ചതാണ് 2023 പുരസ്കാരം പോൾ ലിഞ്ചിനാണ് അല്ലെ. പെർഫെക്റ്റ് സോങ് എന്ന് പറയുന്ന ഒരു കൃതിക്കാണ്. PSC ചോദിച്ചൊരു ചോദ്യമാണ്. പോൾ ലിഞ്ചിന്റെ പെർഫെക്റ്റ് സോങ് എന്ന് പറയുന്ന ഒരു കൃതി ഒന്ന് ഓർത്ത് വെച്ചോളുക. ഇനി ഒരു 4-5 കാര്യം കൂടെ. ബുക്കർ പുരസ്കാരം ലഭിച്ച ആദ്യ ഇന്ത്യൻ എന്നൊരു ചോദ്യത്തിൽ നമുക്ക് VS നായ്പോളിനെ തരും. ഒന്ന് ഓർത്തിരിക്കുക, ബുക്കർ പുരസ്കാരം ഇന്ത്യക്കാർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ത്യക്കാർക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ PSC പഠിക്കുന്നവരാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ബുക്കർ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് PSC ഏറ്റവും കൂടുതൽ നമ്മൾ ചോദിച്ചിരിക്കുന്നത് അരുന്ധതി റോയുടെ കൃതി തന്നെയാണ്, സംതിങ് ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറയുന്ന ഒരു കൃതി അല്ലെ. അപ്പൊ ഈ ബുക്കർ പുരസ്കാരം ലഭിച്ച ഒരു ഇന്ത്യക്കാരെ നമുക്ക് ഒന്ന് നോക്കിയിട്ട് നമുക്ക് മാൻ ബുക്കർ ഇന്റർനാഷണൽ പുരസ്കാരത്തിലോട്ട് പോകാം. ബുക്കർ പുരസ്കാരം ഒന്ന് VS നായ്പോളിനാണ് അല്ലെ. ഇനി ഫ്രീ സ്റ്റേറ്റ് എന്ന് പറയുന്ന കൃതിക്കാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നു. നെക്സ്റ്റ് സൽമാൻ റുഷ്ദിയാണ്. ബുക്കർ എന്നറിയപ്പെടുന്ന പുരസ്കാരം കൂടിയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്ന് പറയുന്ന കൃതിക്കാണ് അദ്ദേഹത്തിന്റെ, സൽമാൻ റുഷ്ദിയുടെ മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്ന് പറയുന്ന കൃതിക്ക് ലഭിച്ചു. PSC കൂടുതൽ തവണ ചോദിച്ചതാണ് അരുന്ധതി റോയ് അല്ലെ, ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറയുന്നത്. ഏത് വർഷം, 1997 അല്ലെ. ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് മീനച്ചലാറിന്റെ പശ്ചാത്തലത്തിൽ അരുന്ധതി റോയ് രചിച്ച കൃതിയും കൂടിയാണ് ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറയുന്നത്. PSC അതുവരെ ചോദിച്ചായിരുന്നു. പിന്നെയുള്ളത് കിരൺ ദേശായിക്കാണ്. കിരൺ ദേശായിയുടെ ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ് എന്ന് പറയുന്ന കൃതി. കിരൺ ദേശായിയുടെ ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ്. മറ്റൊന്ന് അരവിന്ദ് അഡിഗ ദ വൈറ്റ് ടൈഗർ അല്ലെ. അരവിന്ദ് അഡിഗയുടെ ദ വൈറ്റ് ടൈഗർ എന്ന് പറയുന്ന കൃതിക്കാണ് ഏറ്റവും അവസാനം ഇന്ത്യനായിട്ട് നമുക്ക് കൊണ്ടുപോകുന്നത്. അരവിന്ദ് അഡിഗയുടെ ദ വൈറ്റ് ടൈഗർ എന്ന് പറയുന്ന കൃതിക്കാണ്. ഏത് വർഷം, 2008
ഇതിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് അരുന്ധതി റോയ് തന്നെയാണ്. ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ഏത് വർഷം കിട്ടി? 1997 ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ പ്രവേശിക്കുന്നത് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസിലോട്ടാണ്. ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് കോമൺവെൽത്ത് രാജ്യങ്ങളിലോ അയർലാൻഡിലോ എഴുതിയതും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഷയിൽ എഴുതിയത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുന്നതിനാണ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിക്കുക. വിവർത്തനം ചെയ്ത വ്യക്തിയെയും നമ്മൾ അവിടെ നോക്കേണ്ടി വരും, ആരുടെ കൃതി എന്നും നമുക്ക് നോക്കേണ്ടി വരും. ഒന്ന് നോക്കിയിട്ട് നോക്കാം. 2024 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് പുരസ്കാരം ജെന്നി എർപ്പൻബെക്ക് എന്ന് പറഞ്ഞൊരു വ്യക്തിക്കാണ്. ജെന്നി എർപ്പൻബെർഗിന്റെ ഏതാണ് കൃതി എന്ന് ചോദിക്കണമെങ്കിൽ കൈറോസ് എന്ന് പറയുന്ന കൃതിക്കാണ്. കൃതി നോക്കിക്കേ, കൈറോസ് എന്ന് പറയുന്ന കൃതിക്കാണ്. ഇത് ആരാണ് വിവർത്തനം ചെയ്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ മൈക്കൽ ഹോഫ്മാൻ ആണ് എന്ത് ചെയ്യുന്നത്, ഇത് വിവർത്തനം ചെയ്തു എന്നതാണ്. രണ്ടും മാറിപ്പോരുത്. ബുക്കർ പുരസ്കാരം ലഭിച്ചത് പൂർണ്ണമായിട്ടും ഇംഗ്ലീഷിൽ എഴുതുന്ന ഒരു നോവലാണ് അവർ കൊടുക്കുന്നത്. 68 മുതൽ അങ്ങനെയാണ്. ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരമാണ് ഏതെങ്കിലും ഒരു ഭാഷയിൽ എഴുതിയതിനെ ഇംഗ്ലീഷിലോട്ട്. അത് 2016 മുതലാണ്. സോ അങ്ങനെ ബുക്കർ പുരസ്കാരം ആർക്ക് ലഭിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് സാമന്ത ഹാർവിക്കും. ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരം ആർക്ക് ലഭിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ ജെന്നി എർപ്പൻബെക്കിനുമാണ് ലഭിച്ചിരിക്കുന്നത്. അത് വിവർത്തനം ചെയ്തിരിക്കുന്ന വ്യക്തിയാണ് മൈക്കൽ ഹോഫ്മാൻ. അല്ലെ, എന്താണ് ഈ ബുക്കിന്റെ തീം എന്നുള്ളതാണ്. 1980കളുടെ പശ്ചാത്തലത്തിൽ, കിഴക്കൻ ബെർലിൻ പശ്ചാത്തലത്തിൽ സംഭവിക്കുന്ന വികാര നിർഭരമായിട്ടുള്ള ഒരു പ്രണയബന്ധത്തെക്കുറിച്ചുള്ള നോവൽ കൂടിയാണ് ജെന്നി എർപ്പൻബെർഗിന്റെ കൈറോസ് എന്ന് പറയുന്നത്. അല്ലെ, കൈ റോസ് വെച്ചിരുന്നാൽ നമുക്കറിയാം അതൊരു പ്രണയമായി ബന്ധപ്പെട്ടതാണ്. കൈറോസ് അല്ലെ, ജെന്നി എർപ്പൻബെർഗിൻ്റെ കൈറോസ് ഏത് വിഭാഗമാണ്? നോവൽ വിഭാഗത്തിലാണ്. അല്ലെ, ഒന്ന് ഓർത്തിരിക്കുക. അല്ലെ, 19 വയസ്സുള്ള ഒരു യുവ വിദ്യാർത്ഥിനിയായിരിക്കുന്ന കാതറിനെയും 50 വയസ്സുള്ള വിവാഹിതനും എഴുത്തുകാരനുമായിരിക്കുന്ന ഹാൻസുമാണ് കഥയിലെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. അല്ലെ, 19 വയസ്സുകാരിയായിരിക്കുന്ന ഒരു പെൺകുട്ടിയും 50 വയസ്സുകാരിയിരിക്കുന്ന ഒരു വിവാഹിതനായിരിക്കുന്ന ഒരു എഴുത്തുകാരനുമാണ് എന്ത് ചെയ്യുന്നത്, പ്രധാന കഥാപാത്രമായിട്ട് വരുന്ന ആരുടെ കൃതിയാണ്? ജെന്നി എർപ്പൻബെർഗിന്റെ കൃതി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? അത് കൈറോസ് ആണ്. ഓർത്തിരിക്കുക, കൈറോസ്. നമുക്ക് ചോദിക്കാം, ഇങ്ങനെ ഇതിനകത്ത് നിന്ന് ഏതെങ്കിലുമൊക്കെ എടുത്തു വെച്ച് PSC നമ്മളോട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ എടുത്ത് വെച്ച് ചോദിക്കാം. പഴയതുപോലെയല്ല, ഏതെങ്കിലും ഒരു കാര്യങ്ങൾ, ഏതെങ്കിലും വിവർത്തനം, കൃതി കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ PSC അതിൽ നിന്നും എന്തെല്ലാം നമ്മളോട് ചോദിക്കാൻ പറ്റും അതെല്ലാം നമ്മളോട് ചോദിക്കുന്നതാണ്. അപ്പൊ 24 ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരമാണ് എന്ത് ചെയ്യുന്നത്, ആർക്ക് ലഭിച്ചു? ജെന്നി എർപ്പൻബെർഗിനാണ്. ഏതാണ് കൃതി എന്ന് ചോദിക്കുകയാണെങ്കിൽ കൈറോസിനാണ്. അല്ലെ, 23 നമുക്കൊന്ന് നോക്കിയിട്ട് പോകാം. 23 ജോർജി ഗോസ്പൊഡനോവിനാണ് ലഭിച്ചിരിക്കുന്നത്. അല്ലെ, ജോർജി ഗോസ്പൊഡനോവ്. ഏതാണ് കൃതി എന്ന് ചോദിക്കുകയാണെങ്കിൽ ടൈം ഷെൽട്ടർ എന്ന് പറയുന്നതാണ്. ടൈം ഷെൽട്ടർ എന്ന് പറയുന്ന കൃതിക്കാണ്. ടൈം ഷെൽട്ടർ എന്ന് പറയുന്ന കൃതിക്കാണ് ജോർജി ഗോസ്പൊഡനോവിന് ആണ് എന്ത് ചെയ്യുന്നത്, കൃതി ലഭിച്ചിരിക്കുന്നത്. ഇത് ആരാണ് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്? ഏഞ്ചല റോഡലാണ്. ഇത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ഏഞ്ചല റോഡലാണ്. PSC പക്ഷേ ചോദിച്ചൊരു ചോദ്യമാണ്. PSC ചോദിച്ച ചോദ്യമാണ്. 2022 പുരസ്കാരം ചോദിച്ചതാണ്. 2022 മാൻ ബുക്കർ ഇന്റർനാഷണൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഗീതാഞ്ജലി ശ്രീക്കാണ്. എന്തിനാണ് ഗീതാഞ്ജലി ശ്രീ? ഏതാണ് കൃതി എന്ന് ചോദിക്കണമെങ്കിൽ ടോംബ് ഓഫ് സാൻഡ് എന്ന് പറയുന്ന കൃതിക്കാണ്. അത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തൊരു വ്യക്തിയാണ് ഡെയ്സി റോക്ക്വെൽ. ഒന്ന് ഓർത്ത് വെച്ചോളുക. PSC ചോദിച്ചതാണ് ഗീതാഞ്ജലി ശ്രീയെ. ഗീതാഞ്ജലി ശ്രീ. ഏതാണ് കൃതിയാണ്? ടോംബ് ഓഫ് സാൻഡ് ആണ്. നമുക്കൊരു പക്ഷെ അറിയാലോ, നിലവിലെ സാഹചര്യത്തിൽ വ്യക്തി തരും കൃതി തരും നമ്മളോട് ചേരുംപടി ചേർക്കാനാണ്. അല്ലെ, 10ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിച്ച കഥയാണ് PSC നമ്മളോട് ഇപ്പൊ ചോദിച്ചു വരുന്നത്. ചേരുംപടി ചേർത്തെഴുതുക. ഒന്നോർത്തിരുന്നാൽ മതി. ഏതെങ്കിലും ഒരാളെങ്കിലും നമുക്ക് കിട്ടിയാൽ മതി. ഗീതാഞ്ജലി ശ്രീയുടെ ടോംബ് ഓഫ് സാൻഡ് എന്ന് പറയുന്നത് കിട്ടിയാലും മതി. നമുക്ക് ഇതിനകത്ത് ബാക്കിയെല്ലാം ശരിയായിരിക്കും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും കൊണ്ട് നമ്മൾ തലയിറങ്ങി വീഴൊന്നും വേണ്ട. നമുക്ക് ഏതെങ്കിലും 1-2 കൃതി അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഇനി അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യം, ഇന്ത്യയിലെ സാഹിത്യ പുരസ്കാരങ്ങൾ നൽകുന്ന ഏറ്റവും ഉയർന്ന തുക നൽകുന്ന പുരസ്കാരമായിരിക്കുന്ന JC ഡാനിയേൽ പുരസ്കാരമാണ്. അല്ലേ, ഏതെങ്കിലും ഭാഷയിൽ, ഇന്ത്യൻ ഭാഷയിൽ എഴുതിയിരിക്കുന്നതിന് ഇംഗ്ലീഷിലോട്ട് വിവർത്തനം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതുന്ന കൃതിക്കാണ് എന്ത് കൊടുക്കുന്നത്? JC ഡാനിയേൽ പുരസ്കാരം കൊടുക്കുന്നത്. നമുക്കറിയാം 2023 JC ഡാനിയേൽ പുരസ്കാരം പെരുമാൾ മുരുകന്റെ ആലണ്ട പാച്ചി എന്ന് പറയുന്ന കൃതിക്കാണ്. അല്ലേ, ആലണ്ട പാച്ചി എന്ന് പറയുന്ന കൃതി ജനനി കണ്ണൻ
ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു ഫയർ ബേഡ്സ് എന്ന പേരിൽ. അങ്ങനെ വിവർത്തനം ചെയ്യുന്നു ഫയർ ബേഡ്സ് എന്ന പേരിൽ, നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഈ JCB സാഹിത്യ പുരസ്കാരത്തിന്റെ സമ്മാന തുക എന്ന് ഓർത്ത് വെച്ചോളുക. 25 ലക്ഷം രൂപയാണ് ഇതിന്റെ സമ്മാന തുക എന്ന് പറഞ്ഞാൽ 25 ലക്ഷം രൂപയാണ്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം ജനനി കണ്ണനും പെരുമാൾ മുരുകനുമായിരുന്നു. അപ്പൊ രണ്ടുപേർക്കും നമ്മൾ സമ്മാന തുക കൊടുക്കണം. നോവൽ എഴുതുന്ന പെരുമാൾ മുരുകന് 15 ലക്ഷവും വിവർത്തനം ചെയ്യുന്ന വ്യക്തിക്ക് 10 ലക്ഷവുമാണ്. ഇല്ല എങ്കിൽ പൂർണ്ണമായിട്ടും ഇത് ഇംഗ്ലീഷ് എഴുതുന്ന ആളായിരിക്കണം. അയാൾക്കാണെങ്കിൽ 25 ലക്ഷം കിട്ടൂടാ. നിങ്ങൾ ഇനി എക്സാം ഒക്കെ എഴുതി ജോലിയൊക്കെ ആയതിനു ശേഷം നോവലോ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി നോക്കുക. JCB പുരസ്കാരം ലഭിക്കുകയാണെങ്കിൽ 25 ലക്ഷം രൂപ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. 25 ലക്ഷം നോക്കാം നമുക്ക്. 2024 JCB അവാർഡ്, JCB സാഹിത്യ പുരസ്കാരം ആർക്ക് ലഭിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉപമന്യു ചാറ്റർജിക്കാണ്. ഉപമന്യു ചാറ്റർജിക്കാണ്. ഏതാണ് കൃതി എന്ന് ചോദിക്കുകയാണെങ്കിൽ ലോറൻസോ സെർച്ച് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് എന്ന് പറയുന്നതാണ്. ലോറൻസോ സെർച്ച് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന അദ്ദേഹം ഇംഗ്ലീഷിൽ എഴുതിയ ഒരു കൃതിക്ക് തന്നെയാണ്. അപ്പോൾ വിവർത്തനം ആരും ചെയ്തില്ല, പേടിക്കണ്ട, ഇംഗ്ലീഷ് കൃതിയാണ്. ഒന്ന് ഓർത്ത് വെച്ചോളുക. നമ്മളോട് ഇപ്രാവശ്യം ചോദിക്കുക JCB സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരെന്നായിരിക്കും ചോദിക്കുക. ഉപമന്യു ചാറ്റർജി. അത് ഓർത്ത് വെച്ചേക്കുക. ഉപമന്യു ചാറ്റർജിക്കാണ് ലഭിച്ചത്. ഉപമന്യു ചാറ്റർജിയാണ്. ഒന്ന് ഓർത്തിരിക്കുക. സമ്മാന തുക എത്ര എന്ന് ചോദിക്കുകയാണെങ്കിൽ എത്ര ലക്ഷം രൂപയാണ്? 25 ലക്ഷം രൂപയാണ് സമ്മാന തുക. 25 ലക്ഷം രൂപയാണ് ഇതിന്റെ സമ്മാന തുക. ഇതിൽ ഒരു 2 കാര്യം കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് രേഖപ്പെടുത്തിയിട്ട് പോകുന്നു. കാര്യം, ഈ JCB സാഹിത്യ പുരസ്കാരത്തിന്റെ ഷോർട്ട് ലിസ്റ്റില് അല്ലെങ്കിൽ ലിസ്റ്റിൽ ഇടം നേടിയ 2 പ്രധാനപ്പെട്ട മലയാളീസ് ഉണ്ടായിരുന്നു. ഒന്ന് സന്ധ്യാമേരിയും മറ്റൊന്ന് സഹറുൻ ഉസൈബ കണ്ണനാരി എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയ മലയാളികളാണ്. നമ്മളൊരു പക്ഷെ അറിഞ്ഞു പോലും ഉണ്ടായിരിക്കുന്നില്ല ഈ 2 മലയാളികൾ വന്ന കേസ് പോലും, അല്ലെ? സന്ധ്യാമേരിയുടെ ഏതാണ് കൃതി എന്ന് ചോദിക്കുകയാണെങ്കിൽ മരിയ ജസ് മരിയ എന്ന് പറയുന്ന കൃതിയാണ്. സന്ധ്യാമേരിയുടെ മരിയ ജസ് മരിയ എന്ന് പറയുന്ന കൃതിയാണ് സന്ധ്യാമേരിയുടെ. ഒന്ന് ഓർത്ത് വെച്ചു കൊടുക്കാം. കൃതി തന്നിട്ട് വ്യക്തി ആരെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് പട്ടികയിൽ ഇടം നേടിയ കൃതി ഏതെന്ന് വേണമെങ്കിലും ചോദിക്കാം, അല്ലെ? സന്ധ്യാമേരിയുടെ ഏതാണ്? മരിയ ജസ് മരിയ, മേരി മരിയ, അല്ലെ? സന്ധ്യാമേരിയുടെ മരിയ ജസ് മരിയ. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് സഹറുൻ ഉസൈബ കണ്ണനാരിയുടെ. നോക്കിക്കോ, ക്രോണിക്കൽ ഓഫ് ആൻ അവർ ആൻഡ് എ ഹാഫ് എന്ന് പറയുന്ന കൃതിക്കാണ്. സഹറുൻ ഉസൈബ കണ്ണനാരിയുടെ ക്രോണിക്കൽ ഓഫ് ആൻ അവർ എ ഹാഫ്. നിങ്ങളോടൊരു ചോദ്യം ഞാൻ ചോദിക്കുന്നു. സഹറുൻ ഉസൈബ കണ്ണനാരിയുടെ ക്രോണിക്കൽ ഓഫ് ആൻ അവർ എ ഹാഫ് എന്ന് പറയുന്ന കൃതിയിൽ പ്രതിപാദിക്കുന്ന കേരളത്തിലെ നദി ഏത് എന്നാണ് ചോദ്യം. ഒന്ന് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കുക. കേരളത്തിലെ നദി ഏത് എന്നുള്ളതാണ് ചോദ്യം. കാര്യം, ആ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന സാങ്കല്പിക ഗ്രാമമായിരിക്കുന്ന വൈഗ എന്ന് പറയുന്ന ഗ്രാമത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു കഥയും കൂടിയാണത്. ചോദിച്ചുകൂടി, അങ്ങനെ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഏതാണ് കൃതിയിൽ പ്രതിപാദിക്കുന്ന നദി ഏതെന്ന് വേണമെങ്കിൽ നമ്മളോട് എന്ത് ചെയ്യാം, ചോദിക്കാം എന്നുള്ളതാണ്, അല്ലെ? സഹറുൻ ഉസൈബ കണ്ണനാരിയുടെ ഏത് കൃതിയാണ്? ക്രോണിക്കൽ ഓഫ് ആൻ അവർ എ ഹാഫ് എന്ന് പറയുന്ന കൃതി. മറ്റൊരു കൃതി ചോദിക്കുകയാണെങ്കിൽ സന്ധ്യാമേരിയുടെ മരിയ ജസ് മരിയ. ഇത് ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയത് കൊണ്ടാണ് 2 ഓർത്ത് വെച്ചോളുക, ഒന്ന് എഴുതി എടുത്തോളുക. സ്വാഭാവികമായിട്ടും വ്യക്തി തന്നിട്ട് കൃതി ചോദിക്കുന്ന കൂട്ടത്തിലാണ് PSC. ഇനി നമുക്കൊരു 3 പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമുക്ക് നോക്കാം. അതിലൊന്ന് 2024 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം, അല്ലെ? കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം ആർക്ക് ലഭിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു ഇന്ത്യൻ എഴുത്തുകാരിയായിരിക്കുന്ന സഞ്ജന ഠാക്കൂറിനാണ്. സഞ്ജന ഠാക്കൂറിന്റെ ഏതാണ് കൃതി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഐശ്വര്യ റായി എന്ന് പറയുന്ന കൃതിയാണ് കേട്ടോ. ഐശ്വര്യ റായി എന്ന് പറയുന്ന അവരുടെ കൃതിക്കാണ്. മാറിപ്പോരുത്. എഴുതിയ വ്യക്തി ചോദിക്കുകയാണെങ്കിൽ സഞ്ജന ഠാക്കൂർ ആണ്. 2024 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം ആർക്ക് ലഭിച്ചു? അത് സഞ്ജന ഠാക്കൂറിനാണ്. ഏതാണ് കൃതി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ് കൃതി? അത് ഐശ്വര്യ റായ് എന്ന് പറയുന്ന കൃതിക്കാണ്. ഇതിന് പുരസ്കാരം ഉണ്ടടാ, 5000 പൗണ്ടാണ് പുരസ്കാരം. പ്രസന്റ്ലി 5.28 ലക്ഷം രൂപയാണ് ഇന്ത്യൻ പ്രൈസ് മണി. ഒന്ന് ഓർത്ത് വെച്ചോളുക കേട്ടോ, ഒന്ന് ഓർത്ത് വെച്ചോളുക. കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം.
ആർക്ക് ലഭിച്ചു? സഞ്ജന ഠാക്കൂറിനാണ്. ഏതാണ് കൃതി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ് കൃതി? ഐശ്വര്യ റായി എന്ന് പറയുന്ന കൃതിക്കാണ്. ശേഷം എന്താ നമ്മൾ പ്രവേശിക്കുന്നു. നമുക്കിനി പ്രധാനപ്പെട്ട ഒരു 1-2 കാര്യങ്ങളൊന്ന്. 2023 JC ഡാനിയേൽ പുരസ്കാരം അല്ലേ, മലയാള സിനിമ പുരസ്കാരങ്ങളിൽ ഏറ്റവും മികച്ച പുരസ്കാരങ്ങളിൽ ഒന്നാണ് JC ഡാനിയേൽ പുരസ്കാരം. സമ്മാന തുകയും BS നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. 5 ലക്ഷം രൂപയാണ് സമ്മാന തുക എന്ന് പറയുന്നത് അല്ലേ. JC ഡാനിയേൽ പുരസ്കാരം 2023 പുരസ്കാരമാണ്, 2024 പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. JC ഡാനിയേൽ പുരസ്കാരം ഇപ്രാവശ്യത്തെ JC ഡാനിയേൽ പുരസ്കാരം ആർക്ക് ലഭിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഷാജി എൻ കരുണാണ്. ഷാജി എൻ കരുൺ അല്ലേ. നമ്മൾ മുന്നേ ക്ലാസ്സിലൊക്കെ ചർച്ച ചെയ്തതാണ് അദ്ദേഹത്തിന്റെ സൊം എന്ന് പറയുന്ന ഒരു സിനിമ അല്ലേ. കാൻ ചലച്ചിത്രമേളയിൽ നോമിനേഷന് പോയിരിക്കുന്ന ആദ്യ സിനിമയും കൂടിയായിരുന്നു ഷാജി എൻ കരുണിന്റെ സൊം എന്ന് പറയുന്ന സിനിമ. ശേഷമാണ് ഈ 2023 നമുക്ക് അല്ലേ ഒരു മലയാള ഭാഷാ ചിത്രത്തിന് എന്ത് ചെയ്യുന്നത്, കാൻ ചലച്ചിത്രമേളയിൽ പുരസ്കാരം ലഭിച്ചു എന്നൊക്കെ നമ്മൾ പഠിക്കുന്നത് അല്ലേ. ഓൾ വി ഇമാജിൻ ആസ് എ ലൈറ്റ് എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് പുരസ്കാരം ലഭിച്ചു. അതിനു മുമ്പേ നോമിനേഷൻ പോയത് ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത സൊം എന്ന് പറയുന്ന സിനിമയാണ്. ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത പ്രസിദ്ധമായ ഒരു സിനിമയാണ് പിറവി. കേട്ടിട്ടുണ്ടായിരിക്കും. ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ നേടിയത് അല്ലെ, ഏറ്റവും കൂടുതൽ ദേശീയ പുരസ്കാരങ്ങൾ നേടിയ ഒരു സിനിമയും കൂടിയാണ് ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത പിറവി എന്ന് പറയുന്ന സിനിമ. അപ്പൊ ആ ഷാജി എൻ കരുണിനാണ് 2023 JC ഡാനിയേൽ പുരസ്കാരം ലഭിച്ചു. ഓർത്ത് വെച്ചോളുക. മലയാള സിനിമയിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് JC ഡാനിയേൽ പുരസ്കാരം. സമ്മാന തുക ചോദിക്കുകയാണെങ്കിൽ എത്ര ലക്ഷം രൂപയാണ്? 5 ലക്ഷം രൂപയാണ് സമ്മാന തുക. 2022 ആർക്ക് ലഭിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് TV ചന്ദ്രനാണ്. 2022 ലഭിച്ച വ്യക്തി ആരാണ്? അത് TV ചന്ദ്രൻ. നമുക്ക് പക്ഷേ കൂടുതൽ ചോദിക്കേണ്ടത് ഏത് വർഷം തന്നെയാണ്. 2023 പുരസ്കാരം ആർക്ക് ലഭിച്ചു എന്നായിരിക്കും ചോദിക്കുക. 2023 പുരസ്കാരമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആർക്ക് പുരസ്കാരം ലഭിച്ചത്? ഷാജി എൻ കരുണാണ്. ഓർത്ത് വെച്ചോളുക. സമ്മാന തുകയും ഓർത്ത് വെച്ചോളുക. ഇനി അടുത്തൊരു പ്രധാന പുരസ്കാരം അല്ലേ, 54ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച വ്യക്തി. ഓടക്കുഴൽ പുരസ്കാരം അല്ലെ. 53ാമത് പുരസ്കാരം നമ്മൾ പഠിച്ചായിരുന്നു. PN ഗോപികൃഷ്ണനാണ്. കവിത മാംസഭൂജി എന്ന് പറയുന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ശേഷം 2024 54ാമത് ഓടക്കുഴൽ പുരസ്കാരം K അരവിന്ദാക്ഷനാണ്. ഏതാണ് കൃതി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഗോപ എന്ന കൃതിയാണ്. അത് ഏത് വിഭാഗത്തിൽ വരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് നോവൽ വിഭാഗത്തിലാണ് വരുന്നത്. ചോദിക്കാം, ഗോപ എന്ന കൃതി ഏത് വിഭാഗത്തിൽ വരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് നോവൽ വിഭാഗത്തിലാണ് വരുന്നത്. അങ്ങനെ ഓർത്ത് വെച്ചുകൊടുക്കാം. ആർക്ക് ലഭിച്ചു? K അരവിന്ദാക്ഷനാണ്. K അരവിന്ദാക്ഷന്റെ ഏതാണ് കൃതി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ഗോപ എന്ന് പറയുന്ന കൃതി. ആ ഗോപ എന്ന് പറയുന്ന കൃതി ഞാൻ ഒന്ന് സൂചിപ്പിച്ചിട്ട് പോകുന്നു. പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കുക അല്ലേ, മഹാകവി G ശങ്കരക്കുറുപ്പിന്റെ സ്മരണയ്ക്ക് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് നൽകുന്ന ഓടക്കുഴൽ പുരസ്കാരമാണ് ആർക്ക് ലഭിച്ചത്? K അരവിന്ദാക്ഷന് ലഭിച്ചു എന്നുള്ളതാണ്. ഏതാണ് നോവൽ എന്ന് നമ്മൾ പഠിച്ചു. ഗോപ എന്ന നോവലാണ് പുരസ്കാരം അല്ലെ. ബുദ്ധനായി മാറിയ സിദ്ധാർത്ഥനെ തന്റെ പത്നിയായ യശോധര എന്ന ഗോപ ചോദ്യം ചെയ്യുന്നതാണ് നോവലിന്റെ ഇതിവൃത്തം. ഓർത്ത് വെച്ചോളുക. ആ കൃതി ഗോപ. അത് ഏത് വിഭാഗത്തിൽ പെടുന്നു? നോവൽ വിഭാഗത്തിൽ. ആരെഴുതിയിരിക്കുന്നു? K അരവിന്ദാക്ഷനാണ്. K അരവിന്ദാക്ഷൻ. ഓർത്ത് വെച്ചോളുക. K അരവിന്ദാക്ഷൻ. 53ാമത് പുരസ്കാരം നമ്മൾ പഠിച്ചതാണ്. ഗോപികൃഷ്ണനാണ് അല്ലെ. ഗോപികൃഷ്ണൻ. കൃഷ്ണന്റെ കയ്യിലാണ് ഓടക്കുഴൽ. 53ാമത് പുരസ്കാരം അല്ലെ. ഗോപികൃഷ്ണൻ എവിടെയാണെങ്കിലും ഗോവയ്ക്കാണ് അല്ലെ. ഗോപബാലൻ എന്നറിയപ്പെടുന്ന കൃഷ്ണനെയൊക്കെയാണ്. ഒന്ന് ഓർത്തിരുന്നാലും മതി. ശരിതാ, നമ്മൾ പോകുന്നു നെക്സ്റ്റ് നമ്മുടെ ഹരിവരാസന പുരസ്കാരത്തിലോട്ട് അല്ലെ. സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഏർപ്പെടുത്തിയ 2025 ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരെന്നാണ്. രാജ്യം 2020 പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ച ഒരു വ്യക്തിയും കൂടിയാണ് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി. അദ്ദേഹത്തിനാണ് 2025 ഹരിവരാസന പുരസ്കാരം ലഭിച്ചു എന്നുള്ളതാണ്. 2025 ഹരിവരാസന പുരസ്കാരം ലഭിച്ചു എന്നുള്ളതാണ്. ഹരിവരാസന പുരസ്കാരം സമ്മാന തുക നമുക്കറിയാം 1 ലക്ഷം രൂപയാണ്. ഓർത്ത് വെച്ചോളുക. 1 ലക്ഷം രൂപയാണ്. സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഏർപ്പെടുത്തുന്ന പുരസ്കാരമാണ് ഹരിവരാസന പുരസ്കാരം. 2025 ഹരിവരാസന പുരസ്കാരം ആർക്ക് ലഭിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിക്കാണ്. ഹരിവരാസന പുരസ്കാരം 2024 വീരമണിദാസനും 2023 ശ്രീകുമാരൻ നമ്പിക്കാണ് ലഭിച്ചത്. ഹരിവരാസന പുരസ്കാരം മറക്കരുത്. PSCയുടെ ഇഷ്ട ചോദ്യങ്ങളിൽ ഒന്നാണ് ഹരിവരാസന പുരസ്കാരം. PSC ചോദിച്ച ചോദ്യങ്ങളിൽ ഒന്ന് ഹരിവരാസന പുരസ്കാരങ്ങൾ ഉണ്ട്.
അപ്പൊ 25 പുരസ്കാരം ആർക്ക് ലഭിച്ചു എന്ന് ചോദിക്കണമെങ്കിൽ ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് ലഭിച്ചത്. ഒന്ന് കൊടുക്കുക. ക്ലിയർ. അപ്പൊ നമ്മൾ 1-2 പ്രധാനപ്പെട്ട കൃതികളാണെന്ന് പറഞ്ഞു പോയിരിക്കുന്നത്. ഒന്ന് റിവൈസ് ചെയ്ത് കേൾക്കുക, നോട്ടിൽ നിന്ന് എഴുതിയെടുക്കുക. ഞാനൊരു കൃതി പറഞ്ഞായിരുന്നു, സഹറുനുസൈബ കണ്ണനാരിയുടെ കൃതിയാണ്. സോ ആ കൃതിയിൽ പ്രതിപാദിക്കുന്ന കേരളത്തിലെ പുഴ ഏത് എന്നൊരു ചോദ്യം ചോദിച്ചായിരുന്നു. അറിയെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് കമന്റ് ചെയ്തേക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി എന്ത് ചെയ്യാം, വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.